നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ദൂസരി പരീക്ഷയുടെ സെക്കൻഡ് പേപ്പർ സരോജിനി നായിഡു എന്ന പാഠമാണ് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബെച്ചിപ്പൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്, അതായത് സെക്കൻഡ് ചാപ്റ്റർ ശിക്ഷ. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് എടുത്തിട്ട് നോക്കാം കേട്ടോ. अंग्रेज़ और फ्रेंच सिखाने के लिए സരോജിനി के घर में ശിക്ഷികയെ ആത്തി थी. ഇംഗ്ലീഷും ഫ്രഞ്ചും പഠിപ്പിക്കാൻ വേണ്ടി സരോജിനിയുടെ വീട്ടിൽ അധ്യാപകർ വരുമായിരുന്നു. പണ്ടൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനേക്കാളും പ്രഗത്ഭരായ അധ്യാപകരെ വീട്ടിൽ കൊണ്ടുവന്ന് അവർ ട്യൂഷൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സരോജിനിയും പഠിച്ചത്. അപ്പോൾ अंग्रेज़ी और फ्रेंच सिखाने के लिए सरोजिनी के घर में शिक्षिकाएँ आती थी. सरोजिनी ने मद्रास यूनिवर्सिटी से मैट्रिक की परीक्षा पास कर ली. സരോജിനി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാട്രിക് പരീക്ഷ പാസ്സായി. ഉസ് സമയം ഉൻകി ഉമ്ര 12 സാൽ കി തി. അന്ന് അവരുടെ വയസ്സ് 12 എത്രയാണ്? 12 വയസ്സേ ആയുള്ളൂ. അപ്പോഴേക്കും ഡിഗ്രി വരെയുള്ള ലെവലിൽ അവർ വിദ്യ നേടിക്കഴിഞ്ഞു. വഹ് ശൈലി ടെനിസൺ ജൈസെ കവിയോ की കവിതായെയും പഠനമേ മഗ്ന रहती थी. അപ്പോൾ അവർക്ക് ശൈലിയുടെയും ടെനിസൻ്റെയൊക്കെ വലിയ കവികളുടെ കവിതകളൊക്കെ വായിക്കാൻ വേണ്ടി വലിയ താല്പര്യമായിരുന്നു. വഹ് കവിയത്രി ബന്നേക്ക സപ്ന ദേഖ്നെ ലഗെ. അങ്ങനെ അവരുടെ കവിതകളൊക്കെ വായിച്ച് വലിയൊരു കവിയത്രിയാകാനായിരുന്നു സ്വപ്നം കണ്ടിരുന്നത്. വഹ് സോച്ചാ കർത്തി थी कि मैं अवश्य लिखूंगी और കവിയത്രി ബനൂങ്കി. അവരെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഇനിയും ഒരുപാട് കവികളെക്കുറിച്ച് വായിക്കും, അപ്പോൾ ഞാനും എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഒരു കവിയത്രിയായി മാറും. ഇതായിരുന്നു അവരുടെ സ്വപ്നം. അപ്പോൾ നമ്മൾ സ്വപ്നം കാണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉയർന്ന മേഖലകളിലൊക്കെ എത്താൻ പറ്റുള്ളൂ. ഇസി ബീച്ച് സരോജിനി കാ സ്വാസ്ഥ്യ ഖരാബ് രഹ്നെ ലഗ. അങ്ങനെ കുറേ എഴുതി അവർക്ക് ഇടയ്ക്ക് എന്ത് ചെയ്തു, അവരുടെ ആരോഗ്യം എന്തോ പ്രശ്നം വന്നു. ഡോക്ടറിനെ വിശ്രാം കർണേക്ക് സലാഹ് ദി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ. ഉസ്നെ ഡോക്ടർക്ക് വിശ്വാസ് ദിലാന ചാഹാക്കി വഹ് സ്വസ്ഥ ഹേ. പക്ഷേ ഡോക്ടറിനെ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിച്ചു തനിക്ക് അസുഖമൊന്നുമില്ല, താൻ ആരോഗ്യവതിയാണെന്ന്. ഇസ്കെ ലിയെ ഉസ്നെ 2000 പങ്ക്തിയോ കാ ഏക് നാടകം ലിഖ. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു, 2000 വരികളുള്ള ഒരു വലിയ നാടകം തന്നെ എന്ത് ചെയ്തു, സരോജിനി എഴുതി. എവിടെ ഇരുന്ന്? ആശുപത്രി ഇരുന്ന്. സരോജിനി കെ പിതാനെ അപ്പനി പുത്രി കോ പ്രോത്സാഹൻ ദേനെ കെ ലിയെ ഇടയ്ക്കൊരു വരി വിട്ടുപോയി. इसके बाद മെഹർ മുനീർ നാം സെ ഏക് നാടകം ലിഖ. അതിനുശേഷം മെഹർ മുനീർ എന്ന പേരിലൊരു നാടകം എഴുതി. സരോജിനി കെ പിതാനെ അപ്പനി പുത്രി കോ പ്രോത്സാഹൻ ദേനെ കെ ലിയെ നാടക കി കുച്ച് പ്രതിയാൻ ചപ്പുവായി. സരോജിനിയുടെ പിതാവ് എന്ത് ചെയ്തു, തൻ്റെ മകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് നാടകങ്ങൾ എന്ത് ചെയ്തു, പ്രസ്സിൽ കൊടുത്തു. ഉൻഹെ മിത്രോനെ വിതരണ കിയ. അത് സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്തു, വിതരണം ചെയ്തു. ഉൻഹോനെ ഏക് പ്രതി ഹൈദരാബാദ് കെ നിസാം കോഫി ഫേട്ടിക്ക്. അതിലൊരു കോപ്പി ഹൈദരാബാദിലെ നിജാമിന് അയച്ചു കൊടുത്തു. നിജാം ബഹുത്ത് പ്രഭാവിത് ഹുയെ. അദ്ദേഹത്തിന് ഈ കവിതകളൊക്കെ വായിച്ചപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഉन्होंने प्रसन्न होकर സരോജിനി को विदेश में साहित्य का अध्ययन करने के लिए छात्रावृत्ति दे दी. അങ്ങനെ സന്തുഷ്ടനായിട്ട് സരോജിനിക്ക് വിദേശത്ത് പഠനം നടത്താനുള്ള അവസരം കിട്ടി. സരോജിനി को विदेश में जाकर अध्ययन करने का अवसर मिला. അങ്ങനെ അവർക്ക് വിദേശത്ത് പോയി അധ്യയനം നടത്താനുള്ള അവസരം കിട്ടി. സരോജിനിനെ കാംബ്രിഡ്ജ് മേ പഠന ചാഹ. അവിടെ ചെന്ന് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് ചേരാൻ ആഗ്രഹിച്ചത്. ലേക്കിൻ ഉൻകോ പ്രവേശന ഹി മില. പക്ഷേ അവർക്ക് പ്രവേശനം കിട്ടിയില്ല. ക്യൂങ്കി ഉൻകി ഉമ്ര 18 സാൽ സെ കം തി. 18 വയസ്സിൽ കുറവായിരുന്നു. 18 വയസ്സായാലേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഒരു 16 വയസ്സായപ്പോൾ തന്നെ ഡിഗ്രി ലെവലിലുള്ള അറിവ് അവർ നേടിക്കഴിഞ്ഞു. इसलिए वे ലണ്ടൻ के കിംസ് കോളേജ് में ഭർത്തി ഗയി. അങ്ങനെ ലണ്ടനിലെ കിംസ് കോളേജിൽ എന്ത് ചെയ്തു, അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഇതാണ് അവരുടെ വിദ്യാഭ്യാസം. ഇനി അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസറാണ്. അപ്പോൾ എല്ലാ മക്കളും ബുക്കിലെടുത്ത് ടീച്ചർ വായിക്കുമ്പോൾ നോക്കി വേണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഒരുപാട് ചോദ്യങ്ങൾ 1-2 ചാപ്റ്ററിൽ നിന്ന് വരും. സരോജിനി को अंग्रेज़ी और ഫ്രഞ്ച് സിഖാനെ കെ ലിയെ ക്യാ പ്രബന്ധ കിയ. ഇംഗ്ലീഷും ഫ്രഞ്ചും പഠിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്, എന്ത് ചെയ്തു? അത് തന്നെ, अंग्रेज़ी और ഫ്രഞ്ച് സിഖാനെ കെ ലിയെ സരോജിനി കെ ഘർ മേ ശിക്ഷികായെ ആത്തി തി. ആര് വരുന്നു? ശിക്ഷികായെ, അധ്യാപകർ വരുമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, സരോജിനി ने जब मैट्रिक की परीक्षा पास की तब उनकी उम्र कितने साल की थी. എത്ര വയസ്സായിരുന്നു? 16 साल से कम. അപ്പോൾ അവരുടെ പ്രായം എത്രയായിരുന്നു? 16 വയസ്സേ ആയുള്ളൂ. അപ്പോൾ 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് കിട്ടില്ല. അപ്പോൾ ക്യോങ്കി സരോജിനിക്ക് ഉമ്ര 18 സാൽ സെ കം തി. അടുത്തത് മൂന്നാമത്തെ ഇപ്പോൾ വായിച്ചത്, സരോജിനി को കാംബ്രിഡ്ജ് में क्यों प्रवेश नहीं मिला. എന്താണ്? ക്യോങ്കി സരോജിനിക്ക് ഉമ്ര 18 സാൽ സെ കം തി.
നാലാമത്തെ സരോജിനി ने 2000 पंक्तियों का नाटक क्यों लिखा 2000 വരികളുള്ള ഒരു നാടകം എഴുതി. എന്തുകൊണ്ടാണ്? സ്വാസ്ഥ്യ ഖരാബ് രഹനെ കെ കാരണം ഡോക്ടറിനെ സരോജിനിക്കോ വിശ്രാം കർണേക്ക സലാഹി. ആരോഗ്യം മോശമായതുകൊണ്ട് സുഖമില്ലാത്തത് കാരണം സരോജിനി അടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഉन्होंने ഡോക്ടർ കോ വിശ്വാസ് ദിലാന ചാഹാ കി വേ സ്वस्थ है. അപ്പോൾ ഡോക്ടറിനെ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിച്ചു താൻ ആരോഗ്യവതിയാണെന്ന്. इसलिए उन्होंने 2000 पंक्तियों की एक नाटक लिखा. അതുകൊണ്ടാണ് 2000 വരികളുള്ള നാടകം എഴുതിയത്. ഹൈദരാബാദ് के निजाम ने क्यों सरोजिनी को विदेश में अध्ययन करने के लिए छात्रवृत्ति दी. എന്തുകൊണ്ടാണ് ഹൈദരാബാദിലെ നിജാം സരോജിനിക്ക് വിദേശത്ത് പോകാനുള്ള ഒരു അവസരം കൊടുത്തത്? എന്തുകൊണ്ടാണ്? സരോജിനി കെ പിതാ ने अपनी पुत्री को प्रोत्साहन देने के लिए പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നാടകയ്ക്ക് കുച്ചു പ്രതിയാൻ ചപ്പുവായി. നാടകത്തിൻ്റെ കുറച്ച് കോപ്പി എന്ത് ചെയ്തു? പ്രസ്സിൽ കൊടുത്ത് അടിച്ചു, ബുക്കാക്കി. उन्होंने एक प्रति ഹൈദരാബാദ് കെ നിസാംകോ ഫേട്ട് की. അതിൽ കുറച്ച് എന്ത് ചെയ്തു? ഹൈദരാബാദിലെ നിജാമിന് അയച്ചു കൊടുത്തു. നിജാമിനെ बहुत प्रसन्न होकर सरोजिनी को विदेश में साहित्य का अध्ययन करने के लिए छात्रवृत्ति दे दी. അപ്പോൾ നിസാം എന്ത് ചെയ്തു? बहुत प्रसन्न होकर വളരെ സന്തുഷ്ടനായിട്ട് സരോജിനിക്ക് എന്ത് ചെയ്തു? വിദേശത്ത് അധ്യയനം നടത്താനുള്ള ഒരു അവസരം കൊടുത്തു. അടുത്ത ലാസ്റ്റത്തത് സരോജിനിക്ക് വിദ്യാർത്ഥി ജീവൻ पर प्रकाश डाले. അത് 3 മാർക്കും ചോദിക്കും. सरोजिनी ने 12 साल की उम्र में मद्रास यूनिवर्सिटी से मैट्रिक की परीक्षा पास कर ली. अंग्रेजी और फ्रेंच सिखाने के लिए उनके घर में शिक्षिकाएँ आती थी. അവരുടെ വീട്ടിൽ ആര് വരുമായിരുന്നു? അധ്യാപകർ വരുമായിരുന്നു. उन दिनों वे शैली टेनिसन जैसे कवियों की कविताएं पढ़ने में मग्न रहती थी. അന്നൊക്കെ ഷേലിയുടെയും ടെന്നിസൻ്റെയൊക്കെ കവിതകൾ വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. വേ കവയിത്രി ബർണേക്ക സ്വപ്ന ദേഖ്നയിലേക്ക് കവയിത്രി ആകാനുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. വേ സോച്ചാ കർത്തി തീ കി മേ അവശ്യം ലിഖൂങ്ക അവർ കവയിത്രി ബനൂങ്കി. അവരൊന്നും പറയുമായിരുന്നു, ഞാൻ ഒരുപാട് എഴുതും, തീർച്ചയായിട്ടും ഞാൻ കവയിത്രി ആകും. അപ്പോൾ ഇതാണ് സരോജിനിയുടെ 2 ചാപ്റ്റർ. അടുത്ത 3-4 ചാപ്റ്ററിൻ്റെ വീഡിയോസ് ഉടനെ ഇടുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ അറിയിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.